അപ്പൊ ഇന്നത്തെ എന്റെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഇതാ നോക്കിക്കേ ഒരു വലിയൊരു പാക്കറ്റ് ചോളം ഉണ്ട്. ഇത് 2 കിലോ ചോളം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ഇങ്ങനത്തെ എക്സ്പെരിമെന്റ് ചെയ്തേക്കണ കുറെ വീഡിയോസുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഞാൻ മലയാളത്തിൽ വേറെ ഒരു ചാനലിൽ ഇങ്ങനെ കണ്ടത്. അത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഹിന്ദിയിലൊക്കെ അത് 1 വർഷം മുമ്പ് കുറെ ആൾക്കാരൊക്കെ ചെയ്തേക്കുന്നത്. പക്ഷെ അത് എന്താ പറയാ, അത് നമ്മൾ ചെയ്യാൻ വേണ്ടി വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ മറ്റേ നമ്മുടെ ഇരുമ്പിൻ്റെ വലിയ കറുത്ത ചീഞ്ചട്ടി ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ഈ 2 കിലോ കോണ് നമ്മൾ ഒരുമിച്ച് ആ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആ ഓയിലിലേക്ക് ഇടും. അപ്പോൾ ഓയിലിലേക്ക് ഇടുമ്പോൾ നമുക്ക് കോണ എന്തായിരുന്നാലും തിളച്ച ഓയിൽ കിടന്നിട്ട് ഇങ്ങനെ പൊട്ടൂലോ. അപ്പം ഇത്രയ്ക്കധികം കോണൊന്നും ഇട്ടിട്ട് നമ്മൾ സാധാരണ അങ്ങനെ വീടുകളിൽ ചെയ്യൊന്നുമില്ല. നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് അല്ലെങ്കിൽ 2 കപ്പിൽ കൂടുതലൊന്നും ഇട്ടിട്ട് നമ്മൾ ചെയ്യാറില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ ചെയ്ത് എക്സ്പീരിയൻസ് ഒന്നുമില്ല. എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ചെയ്തപ്പോൾ നല്ല ഭംഗിയിലേക്ക് നിറച്ച് ഇങ്ങനെ എന്താ പറയുക, ആ ചീനിച്ചട്ടി നിറച്ച് ഇങ്ങനെ പോപ്കോണ് പൊട്ടി നിറഞ്ഞു വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യുന്നു വിചാരിക്കണം. എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം അല്ലെങ്കിൽ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയ ഉണ്ടാവും. കാരണം നമ്മൾ ഓൾറെഡി അത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യാറ് സാധാരണ. പക്ഷെ ഇത് നമ്മൾ പരീക്ഷിച്ചൊന്നും നോക്കിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ചീഞ്ചട്ടി എടുത്തിട്ട് ഫസ്റ്റ് ഓയിൽ നമുക്ക് ചൂടാക്കണം. എനിക്ക് ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം ഈ പോപ്കോൺ ഇടാൻ തോന്നണു. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പോപ്കോൺ ആ ഓയിലിൽ കടന്നിട്ട് കല്ലച്ച് പോകുന്നു തോന്നണു. പിന്നെ ഇത്രയ്ക്ക് അധികം ഒരുമിച്ച് ഓയിലിലേക്ക് ഇടുമ്പോൾ എല്ലാവരും പൊട്ടി കിട്ടുമെന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായിരുന്നാലും നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ശരിയായാലും ശരിയായില്ലെങ്കിലും നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചീഞ്ചട്ടി എടുത്തിട്ട് വരട്ടെ. പിന്നെ ഈ കോണ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്തുകയും വേണം. ഇത് ഞാനിപ്പോൾ ഇവിടെ കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നതാണ്. ഇവിടെ ഒരു അമേരിക്കൻ ഷോപ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 1 കിലോൻ്റെ ഉണ്ടായിരുന്നു, 2 കിലോൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ 1 കിലോൻ്റെ എടുത്ത് പിടിച്ചത്. അത് ഞാൻ വിചാരിച്ചു എൻ്റെ വലിയ ഇതാണല്ലോ, ആ കറുത്ത ആ വോക്കുണ്ടല്ലോ, അത് ഭയങ്കര വലുതാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 കിലോൻ്റെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോയിട്ട് ചീഞ്ചട്ടിയൊക്കെ എടുത്തിട്ട് ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് ചൂടാക്കാം. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കാം കേട്ടോ. നിറച്ചൊന്നും ഓയിൽ ഒഴിക്കണ്ടെന്ന് തോന്നുന്നു. നമ്മൾ എന്തായിരുന്നാലും ഇത്രയ്ക്ക് ഒരു 1/4 ഭാഗത്തിൽ കൂടുതൽ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഓയിൽ മതി. അപ്പോൾ ഈ നമ്മുടെ കോൺ പൊട്ടിച്ച് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇടാം. നമുക്ക് അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചധികം ഓയിലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടായിട്ട് വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സമയം എടുക്കും. അപ്പോൾ നമ്മുടെ കോൺ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കോണ് പൊട്ടി വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു പാത്രം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് പൊട്ടി കഴിയുമ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വീണമെന്ന് തോന്നണം. പിന്നെ ഇവിടെ അടിയിൽ മുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടിയൊന്നും ആവില്ല. നമുക്ക് അടിയിൽ നിന്ന് കയറുന്നത് നമുക്ക് പറക്കിയെടുക്കാം. എന്നിട്ട് ശരിയാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പോപ്കോണിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഫ്ലേവറുള്ള നമുക്ക് കാരമൽ പോപ്കോൺ ഉണ്ടാക്കാം. അതാണ് ഞാനിവിടെ എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. എനിക്കാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണെന്നായിരിക്കും. റെഡി ആക്കിയിട്ട് എടുക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിരിക്കും. അപ്പോൾ റെഡി ആയിട്ട് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് കാരമൽ പോപ്കോൺ നമുക്ക് റെഡിയാക്കട്ടെ. ചൂടാവട്ടെ. ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നനഞ്ഞു കിടക്കാം. അപ്പോൾ ഇങ്ങനെ വെയിൽ തെളിഞ്ഞ് ഇങ്ങനെ വരണുള്ളൂ. ഇത് കാറ്റില്ല. കാറ്റുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇവിടെ കാറ്റ് വരുമ്പോൾ അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശക്തിയിൽ ചില സമയത്ത് ഭയങ്കര കാറ്റായിരിക്കും. അപ്പോൾ നമ്മുടെ ആ സ്റ്റവ് ഓണൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ തീയൊക്കെ എല്ലായിടത്തേക്കും പാടും. അപ്പോൾ നമ്മുടെ ഓയിലും നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. കൈ വെച്ച് നോക്കുമ്പോൾ നല്ല ചൂട് വരുന്നുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. എന്തായാലും പോപ്കോൺ സാധനം പൊട്ടണതാണല്ലോ, നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നിരിക്കണം. എന്തായാലും ഇത് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് നിൽക്കണില്ല. കാരണം എനിക്ക് കുറച്ച് പേടിയുണ്ട്. ഞാൻ കുറച്ച് നീങ്ങി നിൽക്കുകയാണ്. കാരണം ഓയിൽ എങ്ങനെ മേത്തേക്ക് തീർച്ചാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇട്ട വഴിക്ക് പൊട്ടില്ല. ഓക്കെ,
തിരിച്ചാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നീങ്ങി നിൽക്കട്ടെ. അപ്പോൾ ഇട്ടിട്ട് ഇപ്പോൾ 1 സെക്കൻഡ് ആയിട്ടുണ്ട്. അനക്കൊന്നും വന്നിട്ടില്ല. ഓയിലൊന്നും അങ്ങനെ തെറിക്കാൻ വഴിയില്ല, അറിയില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഇട്ടിട്ട് 1 മിനിറ്റ് ആയോ നീന? അപ്പോൾ ഞങ്ങൾ ഇട്ടിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്ന് നീന ഇവിടെ ഉണ്ട് കേട്ടോ. നീനയ്ക്ക് ഇന്ന് ക്ലാസ്സില്ല. നീനയ്ക്ക് പേടിയുണ്ടോടി? നീനയ്ക്ക് പേടിയില്ലെന്നാണ് പറയുന്നത്. അത് വീഡിയോയിൽ കേട്ടോ. നേരത്തെ ഞാൻ ചോദിച്ചു, ഇപ്പോൾ അവള് പറഞ്ഞു അവൾക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു. പൊട്ടാൻ വേണ്ടിയിട്ട് സമയം എടുക്കണുണ്ട് കേട്ടോ. പൊട്ടുമെന്ന് വിചാരിക്കണോ? ഇനി ഇത് പൊട്ടാത്ത ഫോണാണോന്ന് അറിയില്ല. ഇതിപ്പോൾ ഇട്ടിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇനി ഇത് പൊട്ടോന്നാണ് സംശയം അല്ലേ. ഇത് അവിടെ കിടന്ന് കരിഞ്ഞു പോകണുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഒന്നും പൊട്ടണത് കാണുന്നില്ല. ചേട്ടാ പൊട്ടില്ലാന്ന് തോന്നും. അടിയിൽ കിടക്കുന്നതൊക്കെ ചിലപ്പോൾ കരിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. എന്തായിരുന്നാലും ഞാൻ ഇളക്കാൻ വേണ്ടിയിട്ട് പോകണില്ല. ഇളക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ കൈമേക്ക് ചിലപ്പോൾ വെളിച്ചെണ്ണ അറിയും. വെളിച്ചെണ്ണയല്ല, ഇത് ഓയിലാണത്. അമ്മ ഇപ്പം നമ്മൾ ഇട്ടിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരനക്കവും കാണുന്നില്ല കേട്ടോ. ഒരെണ്ണം പോലും അതിനകത്ത് പൊട്ടിയിട്ടില്ല. ഇത് ഇനി അമേരിക്കൻ കോൺ ആയതുകൊണ്ടാണോ പൊട്ടാത്തതെന്ന് സംശയമുണ്ട്. നമ്മളെ നാടൻ കോണ് വേണമെന്ന് തോന്നണം എനിക്ക്. ഇത്ര നേരമായിട്ട് ഒരെണ്ണം പൊട്ടിയില്ലല്ലോ. ചേടാ ഇതിപ്പോൾ കരിയേണ്ട സമയമുണ്ടല്ലോ. ആരും പൊട്ടണില്ല കേട്ടോ. അപ്പം ഞാനും നീനെ ഇവിടെ നോക്കി ഇന്ന് വിഷമിച്ചോണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഒരെണ്ണം പോലും പൊട്ടി കാണുന്നില്ല. നീന പറയുന്നത് നമ്മൾ സാധാരണ മൈക്രോണിൽ വെച്ചിട്ട് നമ്മൾ പോപ്കോൺ ഉണ്ടാക്കുമ്പോൾ പൊട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് കുറച്ച് സമയം എടുക്കണമെന്നാണ് നീന പറയുന്നത്. എന്തായിരുന്നാലും ഞങ്ങൾ പ്രതീക്ഷ കൈവെടിയാണ്ട് തന്നെ ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലേ നീന? അതിൻ്റെ ഇടയ്ക്ക് കാറ്റ് വീശുന്നുണ്ട്. പക്ഷെ വലിയ കാറ്റില്ല. വലിയ കാറ്റ് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ കെട്ടുപോകും. പിന്നെ ഞങ്ങളുടെ പോപ്കോണൊക്കെ അവിടെ കിടന്നിട്ട് കല്ലച്ച് ആകെ നാശമായി പോവും. ഇപ്പം അതിനകത്തുനിന്ന് വലിയ ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ പൊട്ടായിരിക്കും. ഇതാ പൊട്ടിയിട്ടോ. ഒരെണ്ണം പൊട്ടി നീന. പൊട്ടി ഒരെണ്ണമാണ് അതിൽ നിന്ന് പൊട്ടി വന്നേക്കണത്. ഞങ്ങളെന്തായിരുന്നാലും കുറേ അകലെ നിന്നിട്ട് ക്യാമറ സൂം ചെയ്തിട്ട് കേട്ടോ ഞങ്ങൾ എടുക്കണത്. എനിക്ക് ഓയിലൊക്കെ സത്യം പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഓയിലിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും ഓയിലൊക്കെ എനിക്ക് കുറച്ച് പേടിയുള്ള സാധനങ്ങളാണ്. നമുക്ക് അതാ പൊട്ടണു. അതേ പൊട്ടണു. അയ്യോ ആസ്പിൻ! അയ്യോ നമ്മുടെ ആസ്പിൻ കൊണ്ടുവരുന്നു. ആസ്പിൻ പോ. ആസ്പിൻ നിക്ക് ഇല്ല വന്നോളൂ. ഇല്ല അവനെ കൊണ്ട് പോ. അവനെ കൊണ്ടേ വാലടക്കി. ആ സമയത്ത് നമ്മുടെ ഹസ്ബൻഡിനെ നമ്മൾ രാവിലെ അയച്ചിട്ടുണ്ട്. ആസ്പിൻ പോപ്കോണിന്റെ മണം കേട്ടിട്ടാന്നോണു ഓടി വന്നത്. ഓക്കെ കൊച്ചിനെ വാലടച്ചിട്ട് ഓക്കെ ആസ്പിൻ കൊട്ടിനെ ഞങ്ങൾ അകത്താക്കി വാലടച്ചു. ഇപ്പൊ ആകെക്കൂടി 3 എണ്ണമാണ് നമ്മുടെ പോപ്കോൺ പൊട്ടിയേക്കുന്നത്. നല്ല കാറ്റ് വീശുന്നുണ്ട്. ആസ്പിന് ഞങ്ങൾ വാലടച്ച് പൂട്ടിയിട്ടു. ആസ്പിൻ കിടന്ന് കരച്ചിലാണ്. എന്തായാലും നമ്മുടെ കോണിൻ്റെ ഇവിടുത്തെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അതാ മഞ്ഞ കളറിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് ഒരു നല്ലൊരു ചുമന്ന കളർ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാലാന്ന് തോന്നണം എനിക്ക് കോൺ പൊട്ടാന്ന് തോന്നണം. ഞാൻ സാധാരണ കോണിങ്ങനെ വെളിച്ചെണ്ണയിലിട്ടിട്ട് സാധാരണ അങ്ങനെ കോണ് പൊട്ടിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് വെളിച്ചെണ്ണയിലിട്ട് പൊട്ടിക്കുന്നത്. നീനത് ഓരോരുത്തർ എഴുന്നേറ്റ് വന്നു. പൊട്ടുണ്ട്. ഇതെല്ലാരും കൂടി പൊട്ടിനി ഇവിടെ എന്തായിരിക്കും സ്ഥിതി? ഓക്കെ അതടിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ആസ്പിൻ കൂട്ടിനെ നമ്മൾ അവസാനം ആകുമ്പോൾ നമ്മൾ അയച്ചിടുന്നതായിരിക്കും. ആസ്പിൻ പക്ഷേ ഇതൊന്നും കഴിക്കില്ല കേട്ടോ. ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആസ്പിൻ നമ്മുടെ വീട്ടിലെ ഫുഡൊക്കെ കഴിക്കും. ആസ്പിൻ നമ്മുടെ വീട്ടിലെ ഒരു ഫുഡും കഴിക്കില്ല. അവൻ്റെ ഫുഡ് തന്നെ അവന് അങ്ങനെ എല്ലാ ഫുഡുകളും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കില്ല. അവൻ ഭയങ്കര പിക്കിയാണ്. വളരെ ഇഷ്ടമുള്ള സാധനം മാത്രമേ കഴിക്കുള്ളൂ. നമ്മുടെ ഫുഡൊക്കെ വെച്ച് നോക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ തൊട്ട് നോക്കില്ല. പൊട്ടി വരുന്നുണ്ട്. അത് പൊട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോഴുണ്ടല്ലോ പെട്ടെന്ന് പൊട്ടണുണ്ട് കേട്ടോ. ഒരു സൈഡിലേക്കാണ് വന്നേക്കുന്നത്, മറ്റേ സൈഡിലേക്കൊന്നും വന്നിട്ടില്ല.
അതേ താഴത്തേക്ക് വീഴുന്ന ആൾക്കാരൊക്കെ എനിക്കാണ് താഴത്തേക്ക് കുറേ വീഴാനുള്ള പരിപാടി ഉണ്ട്. ഇനി നമുക്ക് തീയൊന്നും പതുക്കെ കുറച്ച് വെച്ച് കൊടുത്താലോ. പിന്നെ ഇത്രയ്ക്ക് ചൂട് വേണ്ട, വിടല്ലേ. അവിടെ വെച്ചോ. അപ്പം നമ്മുടെ ആസ്പിൻ കുട്ടിനെ അതെ നമ്മൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ആസ്പിൻ ഇനി ഇങ്ങോട്ടേക്ക് വരില്ലാന്ന് തോന്നും. ഓ നീന നോക്കിക്കേ, നല്ല ഭംഗിയായി അല്ലേ. നീയും അലീനയും ഉള്ളപ്പോൾ ചെയ്യേണ്ടതായിരുന്നു. ഞാൻ അവരുള്ളപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഇത് ചെയ്യണം കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഓയിലിടുന്ന സമയത്ത് എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ കുടിക്കുന്നുണ്ടോയെന്നാണ് നമുക്കത് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. കാരണം നമ്മൾ ഇത്രയ്ക്ക് ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഈ പുറത്തേക്ക് ഇങ്ങനെ വരണയിൽ അങ്ങനെ ഓയിൽ അങ്ങനെ കുടിക്കില്ല എന്ന് തോന്നുന്നു. പിന്നെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, പൊട്ടനുണ്ട്, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പരിപാടി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ പോപ്കോൺ നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല ഭംഗിയായിട്ട് നല്ല കുട്ടപ്പനൊക്കെ ആയിട്ട് പൊട്ടി താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായിരുന്നാലും പരിപാടി നല്ല പരിപാടി കേട്ടോ. എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പോപ്കോണൊക്കെ നമുക്കിങ്ങനെ റെഡി ആക്കിയിട്ട് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. എനിക്കാണ് ഈ താഴെ വീടിന് കിടക്കണേലൊന്നും ഓയിൽ കാണുന്നില്ല കേട്ടോ. ഓയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഞാൻ അടിയിൽ ഏറ്റവും അവസാനം വന്നേലും എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ്. അപ്പം നമ്മുടെ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ മുകളിലുള്ളത് എടുത്ത് മാറ്റട്ടെ കേട്ടോ. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ അടിപൊളി. അടിയിൽ കിടക്കുന്നത് മുകളിൽ കിടക്കണതിൻ്റെ ഉള്ളിൽ കഴിച്ചോടെ കേട്ടോ. ഒട്ടും ഓയിലൊന്നും വന്നിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അതിങ്ങനെ പോപ്പ് ചെയ്യാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലൊട്ടും വന്നിട്ടില്ല. ഇനി ഇതിൻ്റെ വെളിച്ചെണ്ണ എവിടെ കിടക്കണ്ടേന്നാണ് ഞാൻ നോക്കണത്. ഇതിൻ്റെ അടിയിൽ ഇനി പൊട്ടാനുണ്ട് കേട്ടോ. മുഴുവനും പൊട്ടിയിട്ടില്ല. ഇതാ നോക്കിക്കേ, കുറച്ചുകൂടി പൊട്ടാനുണ്ട്. ഞാൻ തീ ഒന്നുകൂടി ഓൺ ആക്കട്ടെ, കാരണം അടിയിൽ കിടക്കുന്നത് കരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടിയത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മുടെ പൊട്ടട്ടെ. അല്ല ഞാൻ കരിഞ്ഞു പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിയില. പക്ഷെ അടിയില പൊട്ടാണ്ട് കിടക്കുന്നതൊന്നും കരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ എടുക്കാം കേട്ടോ. മുകളിൽ കിടക്കുന്നതൊന്നും കരിഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇതുമ്മ ഓയിലുണ്ടോന്ന്. ചിലത് പൊട്ടുണ്ട്, കാരണം ഓയിലിന് ചൂടുണ്ടല്ലോ. അത് ഏറ്റവും അടിയിൽ കിടക്കുന്നത് കുറച്ച് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു നമ്മൾ അവസാനമായപ്പോൾ തീ കൂട്ടി വെച്ചല്ലോ. അപ്പോൾ ഭയങ്കര തീ അങ്ങോട്ട് കൂട്ടി വെക്കണ്ട. അപ്പോൾ നമുക്ക് എല്ലാവരും കരിയാണ്ട് കിട്ടും. ഇനിയും ചിലത് പൊട്ടനുണ്ട്. ഇനി ഉള്ളത് അവിടെ ഇരുന്നോട്ടെ, നമുക്ക് എടുക്കണ്ട. കാരണം നമ്മുടെ കൈമേക്ക് ഓയിൽ കയറി. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺ വറുത്തത്. ഏറ്റവും അടിയിലെ കുറച്ച് കരിഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ എടുക്കണില്ല. അത് നമ്മുടെ കോഴിക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ അപകടമുള്ള കാര്യങ്ങളൊന്നുമല്ല. തീ ഒരുപാട് ഭയങ്കര ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. ഒരേത് അത്യാവശ്യം നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ തീ കുറച്ച് വെക്കുന്നത് തന്നെയാണ് നല്ലത്. ആദ്യത്തെ ട്രിപ്പ് നമ്മൾ അങ്ങനെയാണ് എടുത്തത്. രണ്ടാമത്തെ ട്രിപ്പായപ്പോൾ ഞാൻ ഒന്നും കൂടി നന്നായിട്ട് തീ കൂട്ടി വെച്ചു. പക്ഷേ അത് ഏറ്റവും അടിയിലെ കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടുണ്ട്, നല്ല എളുപ്പത്തിൽ വന്നിട്ടുണ്ട്. ഓയിലെല്ലാവരും അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇതുമേ നോക്കി നമ്മുടെ കൈമേക്ക് ആയിരുന്നാലും ഒട്ടും ഓയിലൊന്നും പിടിക്കണമെന്നില്ല. ഇതുമേക്ക് ഒട്ടും ഓയിലൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വറുത്തിട്ട് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 2 ട്രിപ്പായിട്ടൊക്കെ വറുത്തെടുത്താൽ മതി. അപ്പോഴായിരുന്നാലും ഇങ്ങനെ തീരെ അടിയിൽ കിടക്കുന്ന ഒട്ടും കരിഞ്ഞു പോകാണ്ട് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയുണ്ട് നീന? അടിപൊളിയായിട്ടുണ്ടോ? ഓക്കെ. ഓമേ
പിന്നെ അതേ നമുക്ക് താഴെയും കുറച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. താഴെ കിടക്കുന്ന ഏറ്റവും പൊട്ടി വന്നത് അത് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാനൊന്ന് കഴിച്ചോട്ടെ കേട്ടോ. ഉപ്പില്ല. നന്നായിട്ട് പൊട്ടി നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനെന്തെങ്കിലും ഫ്ലേവറൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും. നമ്മുടെ താഴ്ത്തുന്നുള്ളത് വാരി എടുക്കട്ടെ.